നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപ് വാര്യർ, ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ്. ഇവിടെ നമ്മൾ ഭഗവത്ഗീതയുടെ സന്ദർഭത്തിനെ പറ്റിയും ഭഗവത്ഗീതയുടെ മനഃശാസ്ത്ര പ്രസക്തിയെപ്പറ്റിയും സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ. അതിൽ നമുക്ക് പ്രധാനമായും ചിന്തിക്കാനുള്ളത് ഒരാളോട് നൽകുന്ന ഉപദേശങ്ങൾ, അല്ലെങ്കിൽ അയാളെ എങ്ങനെ കൗൺസിലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലായി എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. നമുക്ക് പലതരത്തിൽപ്പെട്ട ഉപദേശങ്ങൾ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. അതിൽ നമുക്ക് 3 തരത്തിലുള്ളതിനെ പറ്റി നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. ഒന്ന്, ഭയത്തെ ഉണ്ടാക്കുന്ന ഉപദേശങ്ങളാണ്. പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമുക്ക് ഉദാഹരണമായി പറഞ്ഞാൽ, ശല്യർ കർണനോട് ഉപദേശിക്കുന്നു. കർണൻ്റെ തേരാളിയായിരുന്ന ശല്യർ എന്ന് പറഞ്ഞ രാജാവ് കർണനോട് ഉപദേശിക്കുകയാണ്. കർണന് എല്ലാവരെ പോലെയും തന്നെയാണ്. കർണന് പ്രത്യേകമായ കഴിവുകളൊന്നുമില്ല. അർജുനാണെങ്കിൽ ഭയങ്കര കഴിവുള്ള ആളാണ് എന്നുള്ള രീതിയിൽ കർണനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പ്രാക്ടിക്കലായി ചിന്തിക്കണം. നമുക്ക് എങ്ങനെ ഇതാവാൻ പറ്റും. അപ്പോൾ കർണന് തിരിച്ച് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ കാര്യങ്ങൾ കർണന് തിരിച്ചു പറയേണ്ടി വരികയാണ്. അത് ഭയപ്പെടുത്തുന്ന ഉപദേശങ്ങളാണ്. മറ്റൊന്നാണ് അഭയം നൽകുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ. അതാണ് നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ പറ്റുന്നത്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്, അർജുനൻ്റെ ഒപ്പം ഞാനുണ്ട്, എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട് പോകണം എന്ന് പറയുന്ന തരത്തിലുള്ള ഉപദേശങ്ങളാണ് ഭഗവത്ഗീതയിൽ കാണാൻ പറ്റുന്നത്. അതിൽ തന്നെ നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ ഭഗവത്ഗീതയിൽ അർജുനൻ്റെ രഥത്തിൻ്റെ കൊടിയായി കാണുന്നത് ആരെയാണ് എന്ന് ചിന്തിച്ചാൽ അത് ഒരു കുരങ്ങനാണ്, സാക്ഷാൽ ഹനുമാൻ. ഹനുമാൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് നമുക്ക് ഐഡിയലായി ഒരാളെ പറ്റി ചിന്തിക്കുന്നതിൽ അർജുനനെ പ്രേരിപ്പിക്കുന്നത്. ആ ഘടകമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹനുമാൻ ഒറ്റയ്ക്ക് സമുദ്രം ചാടിക്കടന്ന് ലങ്കയെ നശിപ്പിച്ച ആളായിട്ടാണ് നമ്മൾ അറിയുന്നത്. അതിൽ ഹനുമാനെ നിർഭയത്വം ഉണ്ടാക്കുകയാണ്. അവിടെ ലങ്കയിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് അവിടെ വാനരന്മാരെല്ലാവരും കൂടെ ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്ത് രാമേശ്വരത്തെത്തി നിൽക്കുമ്പോൾ അവിടെ ഒരു സമ്പാദി പറയുന്നു, അപ്പോൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും പറയും, ഓരോ ആളുകൾ പറയും, ഞാൻ 10 യോജന ചാടാം, ഞാൻ 100 യോജന സമുദ്രം ചാടിക്കിടക്കാം എന്നങ്ങനെ പല രീതിയിൽ പറയുമ്പോൾ ഹനുമാൻ മാത്രം ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. കാരണം ഹനുമാൻ്റെ കഴിവുകളെപ്പറ്റി ഹനുമാൻ മറന്നിരിക്കുകയാണ്. അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. ഈ നമ്മളുടെ കഴിവുകളെപ്പറ്റി പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഓർമ്മ നൽകുന്ന ഒരു കാര്യമാണ് നമുക്ക് രാമായണത്തിൽ ഹനുമാനെ ജാംബവാൻ ഉപദേശിക്കുന്നതിലൂടെ കാണാൻ കഴിയുന്നത്. കാരണം ജാംബവാൻ വാമനാവതാര കാലത്ത് 21 വട്ടം നമ്മുടെ ഭൂമിയെ പ്രദക്ഷിണം വെച്ച് വാമനാവതാര വിളംബരം ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അത്രയും പ്രായം കൂടുതലായതുകൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഹനുമാനോട് ജാംബവാൻ പറയാണ്, പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് തൻ്റെ നിയോഗത്തിനെ കുറിച്ചാണ്. എന്താണ് നിയോഗം? രാമൻ ഹനുമാൻ്റെ കയ്യിലാണ് മോതിരം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഈ നിയോഗം നിൻ്റേതാണ്. നമുക്ക് ഓരോ വ്യക്തികൾക്കും അവനവൻ്റേതായ നിയോഗങ്ങളുണ്ട്. അത് ചിലപ്പോൾ 2ാം ലോക മഹായുദ്ധം ജയിക്കാനായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ കുട്ടിയെ നോക്കി വലുതാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ തൊഴിലിടങ്ങളിൽ അതാത് തൊഴിൽ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഓരോ നിയോഗങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ആരാണ് തൻ്റെ അച്ഛനും അമ്മയും? അഞ്ജനയുടെയും കേസരിയുടെയും പുത്രനാണ് ഹനുമാൻ. അത് പറയുന്നതിലൂടെ തരുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ അച്ഛനും അമ്മയും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് എന്ന് പറയുന്നത്, എത്ര നാളും ജീവിച്ചത്. അതുപോലെ നമുക്ക് നമ്മളുടെ പൂർവ്വ തലമുറകൾ ഇത്രത്തോളം
കഷ്ടപ്പെട്ട് ജീവിച്ചു. അവരൊക്കെ ജീവിതത്തിൽ ഒരു പന്ഥാവിലേക്ക് മുമ്പോട്ട് പോയി എന്ന് പറയുന്നതാണ്. മൂന്നാമത്തേതാണ്, അദ്ദേഹം ദാക്ഷായണീ ഗർഭപാത്രസ്ഥനാകുന്ന സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. നീ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരൻ്റെ സന്താനമാണ് എന്ന് പറയുന്ന സന്ദേശമാണ് അടുത്തത് നൽകുന്നത്. അതിലൂടെ എന്താണ് ഗർഭപാത്രസ്ഥൻ എന്നാണ് പറയുന്നത്. ഗർഭപാത്രസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയായ ഒരു അമ്മ എന്താഗ്രഹിക്കുന്നോ അത് അച്ഛൻ നടത്തി കൊടുക്കും. ഈ ഗർഭിണിയായ അമ്മ ആഗ്രഹിക്കുന്ന ആരുടെ ആഗ്രഹമാണ്? കുട്ടിയുടെ ആഗ്രഹമാണ്. അപ്പോൾ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൃതിയിൽ പറയുന്നുണ്ട്, നമ്മളുടെ ഏറ്റവും ശക്തമായ ആഗ്രഹം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം അതിനു വേണ്ടി പ്രവർത്തിക്കും. പ്രപഞ്ചം മുഴുവൻ അതിനു വേണ്ടി പ്രവർത്തിക്കും. ആ ദാക്ഷായണി എന്ന് പറയുന്നത്, ഭഗവതി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനെ, പ്രകൃതിയെയാണ് സങ്കല്പിക്കപ്പെടുന്നത്. ആ മഹാദേവൻ എന്നതുകൊണ്ട് ബോധത്തിനെയാണ്. ആ ബോധത്തിൽ നമ്മൾ എപ്രകാരമാണോ തീവ്രമായി ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പ്രപഞ്ചം മുഴുവൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി നിൽക്കും. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഞങ്ങൾ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആമ്പിള്ളേരായിരിക്കും ക്രിക്കറ്റ് കളിക്കുന്നത്. ഈ പെൺകുട്ടികൾ പറയും, ടൈഗേഴ്സ് ഓഫ് കോട്ടക്കൽ യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ് എന്ന് പറയും. സാധാരണഗതിയിൽ കളി ജയിക്കുകയും ചെയ്യും. ജയിച്ചു കഴിയുമ്പോൾ സാധാരണ അടുത്ത് രണ്ടാമത് വരുന്ന ടീമിലെ ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് കോട്ടക്കലെ ക്രിക്കറ്റ് കളിക്കുന്ന ആമ്പിള്ളേരെയൊക്കെ പേടി അവിടെ ഈ ആവേശം ജനിപ്പിക്കുന്ന പെൺകുട്ടികളാണ്. കാരണം അവിടെയാണ് ആ ഉപദേശത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാകുന്നത്. ഇത് ഓരോ സന്ദർഭത്തിലും നമ്മളെപ്പറ്റി ഞാനെന്ന് പറയുന്ന ബോധം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യു ആർ ദ ബെസ്റ്റ് എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്ന എൻ്റെ പ്രത്യേകതകളെപ്പറ്റി, എനിക്ക് ഇത്രയും ശേഷിയുണ്ട് എന്ന് പറയുന്ന ബോധം ജനിപ്പിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്കും ഏറ്റവും ഉയരത്തിലെത്താൻ കഴിയുന്നത്. ആ ഉപദേശമാണ് ജാമ്പവാൻ ഹനുമാന് നൽകുന്നത്. നമുക്ക് ചിന്തിച്ചാൽ ഇതൊരു കാരണം ഭഗവത്ഗീതയിൽ കൊടിയടയാളമായിട്ടാണ് ഹനുമാനെ കാണിക്കുന്നത്. കാരണം ഹനുമാൻ കൊടിയടയാളമായി കാണിക്കുന്നത് അത് ഒരു ഐഡിയലായ സിറ്റുവേഷനാണ്. ആ സന്ദർഭത്തിൽ എത്താൻ പ്രേരണ നൽകുന്നതാണ് ഇത്. എന്നാൽ നമുക്ക് പ്രതിസന്ധികളെ മുന്നോട്ട് പോകാൻ എപ്പോഴും ആവശ്യമായ ഘടകമാണ് യു ആർ ദ ബെസ്റ്റ്. നമ്മളാണ് ഏറ്റവും മഹത്തരമായ സംഭവം, എൻ്റെ ജീവിതമാണ്. നമ്മൾ ഇപ്പോൾ ശബരിമലയിലൊക്കെ എഴുതിയിട്ടാണ് തത്വമസി എന്ന് പറയുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ തത്വമസി, അത് നീയാണ് ഏറ്റവും ശ്രേഷ്ഠൻ, നീയാണ് ജീവൻ എന്ന് പറയുന്ന ബോധമാണ് അവിടെ നൽകുന്നത്. അതിലൂടെ നമ്മളുടെ കോൺഫിഡൻസ് ലെവലിനുണ്ടാകുന്ന ഒരു ബൂസ്റ്റിംഗ്, അത്രയും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത്. അത് ആ സമയത്ത് ഇതൊക്കെ നമ്മൾ മറന്നു പോകും. വീണ്ടും നമ്മൾ ഈ മറവിൽ നിന്ന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് നമ്മൾ ഇപ്പോൾ മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും മോട്ടിവേഷൻ നൽകിക്കൊണ്ടിരിക്കുക. യു ആർ ദ ബെസ്റ്റ് എന്ന് പറയുന്ന കാര്യം വ്യക്തിയെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ്. എല്ലായിടത്തുമല്ല, പല തലങ്ങളിൽ. ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടിയുള്ള ഉപദേശമല്ല അത്. കാരണം ജ്ഞാനം കൊണ്ട് കർമ്മം ചെയ്യുന്ന ആളുകളെ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മര്യാദയ്ക്ക് പണിയെടുക്കുന്ന ആളുകളെ ഉപദേശിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ശക്തരാണ് എന്ന് പറയുന്ന ബോധം ജനിപ്പിക്കുന്നതിൽ ഭഗവത്ഗീത വലിയൊരു പ്രാധാന്യം നൽകുന്നു എന്ന് മാത്രം പറയുന്നു. അടുത്ത തലത്തിൽ നമുക്ക് ഭഗവത്ഗീതയിലെ അധ്യായങ്ങൾ ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.